പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിൽ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരത്തിൽ നീക്കുകയാണ്. ഐസയാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ലെന്ന് പറയണം. ഇതിൻ്റെ ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ
അതായത് ഒരിക്കലും ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലെ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പം ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം. അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിന്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യന്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ്. ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പം ലൂക്കായുടെ സുവിശേഷം ഇല്ലേ? എന്താണ്? സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിൻ്റെ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള് നമ്മൾ ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും, മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്. ചിലപ്പോൾ സൗന്ദര്യം വരും. അപ്പോൾ ദൈവം പറയും, മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകണത്. അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോയി. ദൈവത്തിൻ്റെ മൂല്യം ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിൻ്റെ മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവനെ എടുക്കണത്. അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കുന്നത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെ അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പ്രസംഗിക്കാൻ അയക്കുന്നതിനും ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തൻ്റെ
തനിക്ക് ആവശ്യമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകണത്. കാര്യം എന്താ, ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം കഴിഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പോൾ അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവരധിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരുന്നത്. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം, തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനാണ്. കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പം ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങളെ കുറുകെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഈശോയുടെ ഒരു നിലപാട് എന്താണെന്നറിയാമോ? ഈ മെറിറ്റില്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല. നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. മെറിറ്റില്ലല്ലോ അവിടെ. ഇപ്പോൾ ഉദാഹരണത്തിന് 21:5 വായിച്ചാൽ മതി. യോഹന്നാൻ 21:5. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വെളുപ്പം കാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്നത്. അപ്പോസ്തലന്മാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാണ്. പകൽ മീനില്ലാഞ്ഞിട്ടാ. ചൂടുവെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല. രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ. കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല. അപ്പോൾ അത് താഴെ പോയി നിൽക്കും. പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത്. അപ്പോൾ ഒരു 9 മണിയായി കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ. കടലിലെ വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത്. അത് അവസാനം തണുക്കണത് വെള്ളം തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 9 മണിയാകുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറയത്തുള്ളൂ രാത്രി. അപ്പോഴാണ് മീൻ വരണത്. അതുകൊണ്ട് ഇവർ രാത്രി പണിക്ക് പോയിരിക്കുന്നതിൻ്റെ കാര്യം അതാ. അപ്പോൾ അവർ പറയും രാത്രി മുഴുവനും പണി പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, വെളുപ്പിനെയാണ് ഈശോ വരുന്നത്. അപ്പോൾ ചോദിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അപ്പോൾ നിങ്ങളെന്ത് പറയും? ഇല്ലെന്ന് പറയും. ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും. അല്ലേ? അതാണ് സംഭവം. അതുതന്നെ ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചെക്കന്മാരെ കണ്ടു, ഒന്നും ഒത്തില്ല, ശരിയായില്ലെന്ന് പറയും. അതാണ് ഉത്തരം. അതാണ് നിങ്ങൾ ഈ വചനം വായിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ശരിയായില്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റിൽ ഒത്തില്ല. അതായത് 21:5 എന്താണ്? ഉഷസ്സായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, നാളെ വീട് വെക്കണില്ലേ? വീട് വെച്ചോ? ഇല്ല. പല അപേക്ഷകളും പഞ്ചായത്തിൽ വെച്ചു, ലൈഫ് മിഷന് അപേക്ഷ വെച്ചു, ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല. ഇല്ല എന്നാണ് വരണമെങ്കിൽ. നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന്. കണ്ട, ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നുവെച്ചാൽ മെറിറ്റിൽ നടക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. 21:5 ഇല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ. അപ്പോൾ നമ്മൾ 13:8 13:8 എന്ന് വായിച്ച മക്കളെ.
ഹെബ്രായർ 13:8. ശ്രദ്ധിക്കട്ടെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ആള് മാറിയിട്ടില്ല. ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേ എന്ന് ചോദിക്കണത്. സെയിം പേഴ്സൺ. മനസ്സിലായില്ലേ? ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ, മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ലേ എന്ന് ചോദിക്കണത്. ആ കാര്യം എന്താണ്? ഹെബ്രായർ 13:8 അതിന്റെ വചനം. എന്താണ്? യേശുക്രിസ്തു പറഞ്ഞേ, ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ. എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇനി വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശം വലതുവശം ഉള്ളത് കൊണ്ടല്ല, നന്മയുടെ പക്ഷമാണ്. ഇപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ മാലാഖമാരുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഉപേക്ഷനാവെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പിതാവിന് വലതുവശം ഇടതുവശം ഉണ്ടായിട്ടല്ല, അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയണത്. എന്നുവെച്ചാൽ എന്നിട്ട് പറയും വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടതുവശം എന്നാണ് കണക്കാക്കണം. മനസ്സിലായില്ലേ? യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവുമാണ് പറയണത്. കാരണം അധ്വാനിച്ചില്ലേ രാത്രി അല്ലേ? അപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിച്ചതിന് ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ. അവിടെ മെറിറ്റിൽ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഈശോ പറയും ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും. വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളെ വലതുവശത്തേക്ക് മാറുകയാണ്. എങ്ങനെയാണ്? വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം, നമ്മൾ വലതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എബ്രാഹത്തിനോട് പറയും നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കുറ്റമറ്റവനായിരിക്കണം. അതായത് ഈ വലതുവശമാണ്. ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വലതുവശവും ഇടതുവശമല്ല അവിടുത്തെ പ്രശ്നം. എന്താണ്? കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധീകരണ നടപടികളൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു 2 ആഴ്ച കൂടുമ്പോൾ കത്തോലിക്കരാണെങ്കിൽ നിങ്ങളെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ദൈവത്തിന് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഈ ഡാളിച്ചയുടെ വിഷയം കണ്ടില്ലേ? നമുക്ക് തലമരവിച്ച് ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലം കന്യാധീനപ്പെട്ടപ്പോൾ പുരയിടം 5 പുരയിടങ്ങളാണ്. അതിൽ 3 തിരിച്ചു പിടിച്ചു. 3 മാസത്തിനുള്ളിൽ ഉടമ്പടിയിട്ട് 3 മാസം ആയുള്ളത്. അപ്പോൾ അതിനെ 3 തിരിച്ചു പിടിച്ച് എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേ എന്താ സംഭവിച്ചത്? അവരുടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും. അതാണ് നമ്മൾ 16:26 വായിച്ചത്. കല്ല് പോലത്തെ ഹൃദയം മാറ്റിയിട്ട് ശിലാതുല്യമായ ഹൃദയം മാറ്റിയിട്ട് മാംസള വായിച്ചവനെ ശ്രദ്ധിക്കട്ടെ. എസെക്കിയേൽ 36:26. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതായത് നമ്മൾ ആരാണ് നമുക്ക് അഡമൻ്റായിട്ട് നിൽക്കുന്നത് ആ ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഇപ്പോൾ ഡോണ എന്ന് പറഞ്ഞ് കടത്തുരുത്തിലൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ അയർലൻഡ് പ്രോസസ്സിലിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി. പാസ്പോർട്ടിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി. അപ്പോൾ ഉടനെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് പോകാനാണെങ്കിൽ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനോട് പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ ഇവിടെ അവിടെ വിറച്ചു പോയി. രാത്രി 10 മണിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ചു പോയി. കാര്യം ഈ പാസ്പോർട്ട് എടുത്താൽ 1 മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്കൊന്നുമില്ല, അവന്മാർക്ക് തോന്നിയതാണെന്ന് പറയും. എംബസി ഇരിക്കുന്നവന്മാർക്ക് തോന്നിയതാണ്, ഇതിൽ മിസ്റ്റേക്കൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ കൺഫ്യൂഷൻ ആവും. എന്താ കാര്യം? അവർ സമ്മതിക്കുക. അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാരിവിടെ നിന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇവരുടെ ജീവിതം കട്ടപ്പുക. ആ പ്രശ്നമായി. ഇവർക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്ന് ചെറുതായിട്ടും തൊണ്ടിച്ചും പറഞ്ഞ് നേരെ മോളിക്കരി പോകാൻ പറഞ്ഞു. അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്.
ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇവളുടെ കൂടെ ആരുമില്ല, അവർക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിൽ ഓഫീസ്, ഹയർ ഓഫീസറിനെ പോയി കാണണമെന്ന്. അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്തോണ്ടല്ല. ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ കുഴപ്പമില്ല. പിന്നെ ഈ പാസ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ആകപ്പാടെ കുഴപ്പത്തിലാവും. പക്ഷേ പരിശുദ്ധാത്മാവ് തോണ്ടും. എന്നുവെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും, അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട്, ഞാൻ അത് പറയണില്ല, അത് ശരിയല്ലേ, ഇത് ഓൺലൈൻ ലൈവ് പോവുകയല്ലേ. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവൾ പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ്. അതാണ് സംഭവം. ആ സാറിനെ കുറിച്ച് പറഞ്ഞവർ ചോദിച്ചോടൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൊല്ലം കിട്ടത്തില്ലെന്ന് പറയും. എങ്കിലും അതാണ് വെച്ച് താമസിപ്പിക്കുന്ന ആളാണ്. അതാണ് ശിരാതുല്യമായ ഹൃദയം എന്ന് പറയുന്നത് അല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് ഇവളെ കയറിച്ചുള്ള സമയത്ത് കർത്താവ് അത് മാംസളമായ ഹൃദയമൊക്കെ മാറ്റും. പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്നത്. ഇപ്പം പറഞ്ഞില്ലേ, ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ. അതെന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറഞ്ഞ വചനമാണത്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയാം. എബ്രായർ 13:8 ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത്. ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെറിറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത്. മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ, അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ്, നിങ്ങൾ അത് പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം. ദൈവിക നടപടി. ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നു കൊടുക്കണം. ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹൗളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതലാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് വരത്തില്ലേ. കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിർത്തി മീൻ പിടിച്ചുകൊണ്ടാണ് വരണത് ഇല്ലേ. പക്ഷെ അങ്ങനെ വള്ളം നിർത്തി മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടലിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കാൻ കണ്ടില്ലേ. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷേ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ യോഗ്യതയെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാച്ച് മീ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്ക് അവിടെ ആളുണ്ട്, ഇല്ല കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. അതേ ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്. പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. And we will be a different people. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്നാൽ ടേക്ക് ദ സൺ, ടേക്ക് ദ വേഴ്സിക്കൽ. അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ we will be a different people. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്? ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ, യു ആർ ഡിഫറെൻറ്റ് മാൻ, യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന്
ദൈവത്തെ വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത്. വായിച്ചോളൂ. പുറപ്പാട് 33:16. ഒന്ന് പറഞ്ഞ പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be a different people. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന്. കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കാൻ കൈയിടിച്ച് കർത്താവ് എന്ന് വെച്ചാൽ നിന്റെ യോഗ്യതയെ കർത്താവ് അവമതിക്കത്തില്ല. നിന്റെ ബുദ്ധി, നിന്റെ ശക്തി, നിന്റെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, നീ 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ എന്നോട് പറയാം, അച്ഛാ 2 മണി 3 മണി വരെ ഇരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീയൊക്കെ പോയ പോലെയല്ല, ക്ഷീണിച്ച്. എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് വരുമല്ലേ, അപ്പോൾ ഇങ്ങനെ കോലം തിരിഞ്ഞൊക്കെ വരും. ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ കൊല തിരിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛാ രാത്രി 1 മണി വരെ 3 മണി വരെ ഇരുന്ന് പഠിക്കുമെന്ന്. എൻ്റെ ദൈവവേദന അത് മെറിറ്റാണ്, അയോഗ്യതയാണ്. അത് ദൈവം തള്ളിക്കളയത്തില്ല. നീ രാത്രി 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട്. അതാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അതാണ് മെറിറ്റ് കൊണ്ടുവരാൻ. അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തെ അവൻ വിലമതിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് നേടിയത് അവൻ അംഗീകരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോംവർക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോംവർക്കാണ്, കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. കർത്താവ് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, കർത്താവേ, ഞാൻ എപ്പോഴാണ് വീട് വെക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് രാജ്യത്താണ് ജോലി ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഞാൻ എൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എനിക്ക് കാണിച്ചു തരണമേ. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഒരു കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആകത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ കാനഡയിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കും. ചിലപ്പോൾ അവരുടെ സിലബസ് വരുമ്പോൾ അഡ്മിഷൻ കിട്ടും. പക്ഷേ സിലബസ് വരുമ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ ലോജിസ്റ്റിക് ആണെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകത്തില്ല. ആദ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വെബിൽ നോക്കുമ്പോൾ കിട്ടും, ഓക്കെ എന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും, ഈ വർഷം അതില്ലെന്ന് പറയും, തീർന്നില്ല പരിപാടി. ഈ വർഷം ദിവസമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാ ഈ ലോജിസ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം അതില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കാശ് അവരുടെ കയ്യിലായി പോയി അല്ലേ? കാശ് ഏജൻസി വഴി എന്നിട്ട് വിസയുടെ കാശ് പോയി, യൂണിവേഴ്സിറ്റി ഫീസ് പോയി എന്ന് പറയും. അതിൻ്റെ അവർ പിന്നെ എപ്പോഴും ഡിപ്ലോമാറ്റായിട്ടുള്ള മനുഷ്യരായത് കാരണം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളത് കൗൺസിൽ ചെയ്ത് നമ്മളെ കൺവിൻസ്ഡ് ആക്കും. ഇനിയുള്ള കാലം ഇതുപോലെയുള്ള ഈ കോഴ്സാണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഴും. അതിൻ്റെ പഠിച്ച് പകുതി എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ ഇത് ഞാനുമായിട്ടൊരു ബന്ധുവില്ലല്ലോ, ഇത് പഠിച്ചാൽ പിന്നെ ഇന്ത്യയിൽ ജോലി പോലും കിട്ടത്തില്ല, എല്ലാ കാലം മരണം വരെ ഇംഗ്ലണ്ടിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവചോദന ഇല്ലാതെ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, 39-ാമത്തെ സങ്കീർത്തനത്തിലെ 8-ാം വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി അങ്ങന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, എന്നെ നടക്കേണ്ട വഴികള് കർത്താവേ എന്റെ മുഖതാവിലെ എനിക്ക് ഉപദേശിച്ച് നൽകുവാൻ വേണ്ടി കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാം. ഇതിൻ്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യം, ഈ ഒരൊറ്റ വചനം ഭയങ്കരമായൊരു വചനമാണ്. ഈ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതായത് നീ നടക്കേണ്ട വഴി,
അത് നീ ചെയ്യേണ്ട ബിസിനസ്, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ജോലി, നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, എവരിത്തിങ് ഇതിനകത്തുണ്ട്. അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയണത്. നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, അത് XY സ്ത്രീയോ പുരുഷനോ ആരായിക്കൊള്ളട്ടെ. അപ്പോൾ നീ വെക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ചെയ്യേണ്ട ജോലി എല്ലാം എന്താണ്? നീ നടക്കേണ്ട വഴി. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് മുഖതാവിൽ ഉപദേശിക്കാമെന്ന് പറയണത്. വെച്ചാൽ നേരെ നമ്മുടെ മുഖത്തോട് മുഖം തിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അതായത് നമ്മളോടിങ്ങനെ ആഭിമുഖ്യത്തോടു കൂടി, നമ്മളറിയാമല്ലോ, ഒരു ബൈപേഴ്സൺ റിലേഷനായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ പരിശുദ്ധാത്മാവിനോട് നീ ചോദിച്ച് വാങ്ങിക്കേണ്ട സംഭവമാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാവിനെക്കുറിച്ച് വല്ലാത്തൊരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. അതായത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി പാടായിട്ട് തോന്നും, ആത്മീയ ജീവിതം ഭയങ്കരമാണല്ലോ എന്ന്. അല്ല, ഭയങ്കര സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അതുകൊണ്ടാണ് ഒന്ന് വായിച്ചോളൂ. സഹായകൻ, അതായത് ഞാൻ അയച്ചു തരുന്ന സഹായൻ പിതാവിൻ്റെ സഹായകനാണ്. അപ്പോഴേ നമ്മൾ ഈ സഹായകൻ എല്ലാ കാര്യത്തിലും സഹായിക്കും നമ്മളെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യണത്. ഒന്ന്, നമ്മളെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സഹായം കിട്ടും, എല്ലാ മേഖലകളിലും. പിന്നെ എന്താണ്, ഒരു കാര്യം സീരിയസ് ആയിട്ട്, അതായത് അനുസ്മരിപ്പിക്കുക. അത് ഭയങ്കരമായ, അതായത് നമ്മളുടെ ദൈവമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കാര്യം ഈ അനുസ്മരണമാണ്, ഓർമ്മ. നമുക്ക് ഓർമ്മയില്ലെന്നല്ല, പക്ഷെ സമയത്ത് ഓർക്കത്തില്ല. അതാണ് വിഷയം. സമയത്ത് ഓർക്കത്തില്ല, ഓർമ്മയുണ്ടാകും. പക്ഷേ അത് ഞാൻ ദിവസം ഓർക്കിയിരുന്നേ, ഓർമ്മയല്ല പ്രശ്നം, സമയത്ത് ഓർക്കണം. അത് ഇപ്പോൾ ഓരോ കാര്യങ്ങളെ ഒരിക്കൽ ഞാൻ ഡൽഹി പോയി. ഒരു മുൻ മന്ത്രിയുമായിട്ടാണ് പോയത്. നമ്മുടെ ഒരു മിനിസ്റ്ററിനെ, അവിടുത്തെ ഒരു മിനിസ്റ്ററിനെ കാണാൻ പോയതാണ്. അത് ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് കേട്ട് തിരിച്ച് പോരുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഞങ്ങൾ മുറിയിൽ ഒരുമിച്ച് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. കേരള ഹൗസിൽ താമസിക്കണം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ പഴയ മുൻ മന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സഹായിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇന്ന് 3 മണിക്കാണ് നമ്മൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 3 മണിക്ക് 2 മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി വിമാന ടിക്കറ്റ് കണ്ടു. 3 മണിക്ക് നമ്മളവിടെ എത്തുകയാണ്, ഇവിടെ കൊച്ചിയിലേ. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത്? 10 മണിക്ക്. 10 മണിക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് 8 മണിക്ക്. ഇപ്പോൾ എത്ര മണി? 7:30 മണി. മാതാവേ, അവിടുന്ന് ഒരു ഓട്ടമാണ് ഓടണത്. അവിടെ നിന്ന് ഓടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ചിരിക്കും. ഞാൻ വിമാനത്തിൽ എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യയിലെ അതിൻ്റെ നമ്മുടെ ഈ മറ്റേ അല്ലേ ജെറ്റ് സർവീസ് കയറി നിൽക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രി ബനിയന് വേണ്ടി നിൽക്കണം എൻ്റെ അടുത്ത്. കാര്യം ഷർട്ട് ഇടാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് പുള്ളിയുടെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസം താമസിച്ചതല്ലേ, അതൊക്കെ എടുത്ത് വാരി വെച്ചാണ് ഓടണത്. ഓടി വിമാനത്തിൽ കയറി നോക്കുമ്പോൾ പുള്ളിയുടെ 2-3 സഞ്ചി കൂടുതൽ. അപ്പോൾ ഒരു 2 സഞ്ചി ഇരിക്കുന്നത് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് വിമാനത്തിൽ നിൽക്കുകയാണ്. അത് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കണ പോലെ അങ്ങനെ നിൽക്കുക. ഞാൻ ഇന്നും ഓർക്കും അതിനെക്കുറിച്ച്, എന്തൊരു സംഭവമാണെന്ന്. അതായത് സമയത്ത് ഓർക്കാത്ത കൊണ്ട് വേണ്ട സമയം ഓർത്ത് നമ്മൾ, പക്ഷേ സമയത്തല്ല ഓർത്തത്. അതുകൊണ്ട് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ സമയത്ത് ഓർക്കണം. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഓർപ്പിക്കും. അത് എത്രയോ പേർക്കാണെന്ന് ഈ അനുഭവം ഉള്ളത്. ദൈവമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്നാമത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നറിയാം. രണ്ടാമത്തത് നമ്മളത് ഓർപ്പിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും, നമുക്ക് പല വിചാരവും പല ജ്വരവും ഒക്കെ അല്ലേ മനുഷ്യന്മാർക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ ഓർത്താൽ മാത്രമേ നമ്മൾ അത് സമയം കഴിഞ്ഞ് ഓർത്തിട്ട് കാര്യമില്ല.
ഇപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടക്കേണ്ട വഴികള് ഞങ്ങളെ ഉപദേശിക്കുന്ന പോലെ തന്നെ യോഹന്നാൻ 14:26 പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് ഓർമ്മയായി സഹായമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അർഹനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ.